നമസ്കാരം. മഴക്കാലം എന്ന് വെച്ചാൽ പനിക്കാലം കൂടെയാണ്. പക്ഷെ ഈ സമയത്ത് കണ്ടുവരുന്ന എല്ലാ പനികളും മാരകമാണോ? അല്ല. ഇൻഫെക്ഷൻ കാരണം വരുന്ന പനി ഏതുമാവാം. മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ആവാം, ഡെങ്കിപ്പനിയാകാം, ചെള്ളുപനിയാകാം, എലിപ്പനിയാകാം, ന്യൂമോണിയ ആകാം. അങ്ങനെ ഏതൊരു ഇൻഫെക്ഷൻ മൂലവുമാകാം നമുക്ക് പനി വരുന്നത്. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പനി വരാതിരിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടതാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. അപ്പോൾ നമ്മൾ ഒരു ബാത്റൂമിൽ പോയി പുറത്തു വരിക അല്ലെങ്കിൽ ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്നൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. ഡെങ്കിപ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവ പരത്തുന്നത് ഏഡിസ് എന്നു പേരുള്ള കൊതുകുകളാണ്. ശുദ്ധജലം കെട്ടിക്കിടക്കുമ്പോൾ ഈ കൊതുകുകൾ അവയിൽ മുട്ടയിടുകയും പെരുകയും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഡെങ്കിപ്പനി പടർത്തുന്നത്. കൊതുകുകൾ കടിക്കാതിരിക്കുവാൻ വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. എലിപ്പനിയാണെങ്കിൽ അവ പടരുന്നത് മലിനമായ ജലം. മലിനമാകുക എന്ന് വെച്ചാൽ എലിയോ അല്ലെങ്കിൽ മറ്റ് ഏത് മൃഗത്തിൻ്റെയോ മൂത്രമാകട്ടെ, വിസർജ്യമാകട്ടെ അല്ലെങ്കിൽ അവശിഷ്ടമാകട്ടെ, ഇവ മൂലം മലിനമാകുന്ന ജലം നമ്മളുമായിട്ട് സമ്പർക്കത്തിലേക്ക് വരുമ്പോൾ ആണ് ഈ അണുബാധ അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയുന്ന അസുഖം നമ്മളിലേക്ക് പടരുന്നത്. അപ്പോൾ ഈ മലിനജലവും ആയിട്ട് സമ്പർക്കം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കയ്യുറകൾ ധരിക്കുക, മുട്ടുവരെയും നീളമുള്ള ബൂട്ട്സുകൾ ധരിക്കുക എന്നിവയാണ് നമുക്ക് കഴിവതും ചെയ്യാൻ കഴിയുന്ന പ്രിക്കോഷൻ. സ്വയം ചികിത്സ ഒഴിവാക്കുക. കൃത്യമായ സമയത്ത് ഡോക്ടറെ കാണുകയും പര്യാപ്തമായ ടെസ്റ്റുകൾ ചെയ്യുകയും ഏത് തരത്തിലുള്ള പനി അല്ലെങ്കിൽ ഇൻഫെക്ഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്ന് ഡയഗ്നോസ് ചെയ്യുകയും അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തടയാനും കൃത്യമായ ചികിത്സകൾ എടുക്കാനും ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഒരു ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ സ്വയമേ പോയി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക.